put your hands together and नित्य तेजसा कृपानिधे പ്രണവഗാനശീലുകളിൽ തവ തിരുസ്തുതി പാടി വരുന്നു ഞങ്ങൾ. പ്രപഞ്ചനാഥനാം പ്രഭാമയ പ്രപഞ്ചനാഥനാം പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ. പ്രപഞ്ചനാഥനാം പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ. പ്രവാഹ തീർത്ഥങ്ങൾ അർച്ചനയായിടും പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി. പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി. പ്രപഞ്ചനാഥനാം പ്രഭാമയ നിന്റെ ജന്മത്തിലോരോ അണുവിലും അവരനെ ചേർക്കുന്ന പരമസ്നേഹം. നിന്റെ ജന്മത്തിനോരോ അണുവിലും അവരനെ ചേർക്കുന്ന പരമസ്നേഹം. നല്ല സമരായ വഴിത്താരയിൽ നിൻ ക്രൂശേന്തി നീങ്ങണം ക്രൂശിതനായി. ക്രൂശേന്തി നീങ്ങണം ക്രൂശിതനായി. ഗമഗമപ തത്തിം തതിങ്കിണതു സരിഗമപ തത്തിം തരികടു പമപദപ തകിട തതിങ്കിണതു പമപദനി തത്തിം തതിഞ്ചനുത പമദനിസ തത തതി തരികടു പാപ 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 പാപ
വാസനിധവ പാദവമ പാമ അപദവ അപദവ മാധവമ മമഗ മഗരി ഗരി സരി രിഗ ഗമ മവ പദ ഗരി നിസ ഗരി നിസ സനി നിദ നിസ നിദനി സനിദ നിദവഗ നിസ നിദ പ ഗരി സനിദവ നിസ നിദവ സനിദ പദമ പ്രപഞ്ചനാഥന പ്രഭമയ ജ്ഞാനേന മത്തത്ത കർമ്മണമനർപ്പിത ജ്ഞാനേന മത്തത്ത കർമ്മണമനർപ്പിത തവ വിരിമാറില്ലമരുന്ന സമരായ സ്നേഹത്തിൽ ഞാനുയരേ കുരിശേ തവ വിരിമാറില്ലമരുന്ന സമരായ സ്നേഹത്തിൽ ഞാനുയരേ പകരും മമ ജീവനാളത്തിൻ ദീപം വിശ്വത്തിൻ ജ്യോതിയായി തീർന്നിടുവാൻ വിശ്വത്തിൻ ജ്യോതിയായി തീർന്നിടുവാൻ അമഗമമ തതിം തതിം കിണതും സരിഗമമ തത്തിം തരികിടതും മമവനമ തകിട തതിം കിണതും മമവനനി തതിം തതിം ചെണതും മമവനനി സ തദ തതിം തരികിടതും പാ 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 മമ പാ പാ മമ മമ പാ 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 ഗമ മമ പാ പാ രി ഗമ പാ പാ സരി ഗമ പാ ദ മമ പാ നി ദ മമ പാ സരി ദ പാ ദ മമ പാ മമ ദ മമ ദ മമ ദ മമ മമ ഗമ ഗരി ഗരി സരി രി ഗമ ഗമ മമ തദ ഗരി നി സ ഗരി നി സ സരി നി ദ ഗരി സ നി ദ നി സരി ദ നി ദ മ ഗ നി സ നി ദ പ ഗരി ദ നി ദ നി ദ നി ദ പ സനി ദ പ ദ മമ പ്രപഞ്ചനാഥന പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ പ്രപഞ്ചനാഥന പ്രഭാമയ തവ പ്രഫുല്ല തേജസിൻ കൃപ ചൊരിയൂ പ്രവാഹ തീർത്ഥങ്ങൾ അർച്ചനയായിടും പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി പ്രഭാത കിരണത്താൽ പുഷ്പാഞ്ജലി പ്രപഞ്ചനാഥനാം പ്രഭാമയ ജ്ഞാനേന മത്തത്ത കർമ്മണമനർപ്പിത ജ്ഞാനേന മത്തത്ത കർമ്മണമനർപ്പിത. സദസ്സിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ ഒരു വാർഷിക ആഘോഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് 67ാം വാർഷിക ആഘോഷം നിറവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാലയം നേട്ടങ്ങളുടെയും മികവിൻ്റെയും വിശാലമായ ജലാശയങ്ങൾക്ക് മീതെ ചിറക് വിടർത്തി നിൽക്കുന്നത് നമുക്ക് അഭിമാനിക്കാം. കാലാകാലങ്ങളായി ഇവിടെ സേവനം ചെയ്തു വന്ന അധ്യാപകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും മാറി മാറി വന്ന PTA വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയും ലക്ഷ്യബോധവും അർപ്പണബോധവുമാണ് ഇന്ന് ഈ വിദ്യാലയം അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ കാരണമായിരിക്കുന്നത്. ഇന്നത്തെ ഈ വാർഷികാഘോഷത്തിലേക്ക് ഈശ്വര പ്രാർത്ഥനയിലൂടെ നാം ക്ഷണിച്ച നമ്മുടെ സമുന്നത നേതാവായ സർവശക്തനായ ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യാം. ഈ വാർഷികാഘോഷ യോഗത്തിൽ
അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ ആരോഗ്യസ്വാമി സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സമീപസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴെല്ലാം ആവശ്യങ്ങളുണ്ടോ അപ്പോഴെല്ലാം ഓടി വരികയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഹെഡ് മിസ്സസിനോട് ചേർന്ന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന വ്യക്തി. അതിലുപരിയായി പ്രശ്നങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യുവാൻ വളരെ എളിതായി കൈകാര്യം ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഞാൻ പ്രശംസിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഇനാഗുറേഷൻ നടത്തി നമ്മളെല്ലാം അനുഗ്രഹിക്കുവാനായി നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ എൽസമ്മ കുര്യൻ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. കാരണം പല കാലഘട്ടങ്ങളിലായി സിസ്റ്റർ ഇവിടെ അധ്യാപികയായും മാനേജരായും കോൺവെൻറ്റ് സുപ്പീരിയറായും എല്ലാം സേവനം ചെയ്തിട്ടുള്ളതാണ്. സിസ്റ്ററിൻ്റെ കഴിവുകളെ പറ്റിയും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു നല്ല സംരംഭത്തിന് എല്ലാം തുടക്കം കുറിക്കുവാൻ അതിൻ്റെ പിന്നിൽ സിസ്റ്ററാണ് കാരണമായിരിക്കുന്നത്. ഈ മറയൂരിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിലേക്ക് ധാരാളമായി തൻ്റെ ശ്രദ്ധയെ ചെലുത്തുന്ന സിസ്റ്ററിനെ നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റവറൻ ഫാദർ ജോസഫ് നെൽസൺ അച്ഛനെ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷകനായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ജോമോൻ സാർ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനം ചെയ്യുന്ന സാറിനെ സ്കൂളിൻ്റെ പേരിൽ ഈ നല്ല സമയത്ത് അഭിനന്ദനങ്ങൾ നേരുകയാണ്. സാറിൻ്റെ ഈ പുതിയ ദൗത്യം ഏറ്റവും ഫലപ്രദമായി തീരുന്നതിന് സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ സാറിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ KP രാജൻ സർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ നാടിനും വിദ്യാലയത്തിനും കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഊഷ്മളമായ സ്നേഹത്തോടെ KP രാജൻ സാറിനെ ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് നമ്മുടെ സുരക്ഷയുടെ കാവൽക്കാരായി നിലകൊള്ളുന്ന പോലീസ് ഓഫീസർ, സുരക്ഷയുടെ ഏതാവശ്യങ്ങളിലും എപ്പോഴും ഓടിച്ചെല്ലുന്ന ഒരിടമാണ് മറയൂർ പോലീസ് സ്റ്റേഷൻ. സുരക്ഷയും സ്നേഹവും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ മാർഗദർശികളായി മാറുന്നു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് ഞങ്ങളുടെ വാർഡ് മെമ്പർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീമതി റീനയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ശ്രീമതി റീന ഞങ്ങളുടെ ഒരു രക്ഷിതാവും കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് മറയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മിസ് റീനയെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തൻ്റെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുകയും അതിന് ആശംസ നേരാനായി എത്തിയിരിക്കുന്ന മറയൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ ആൻസി ആന്റണിയെ ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.
അടുത്ത് UP സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി IB ടീച്ചർ എല്ലാവർക്കും സുപരിചിതയാണ്. സ്കൂൾ ക്യാമ്പസിലെ മരങ്ങൾ ടീച്ചറിന്റെ കഥകൾ പറയും. പരിസ്ഥിതി മെച്ചപ്പെടുത്തുവാനും സ്കൂളിന്റെ വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന IB ടീച്ചറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ആഹ്ലാദത്തിന്റെ നിറവിലും വലിയൊരു നൊമ്പരം ഉള്ളിലൊതുക്കിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട 3 അധ്യാപകരുടെ വിരമിക്കൽ ചടങ്ങും ഇതോടൊപ്പം നടക്കുകയാണ്. നീണ്ട 21 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് മേരീസ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ ബീന സെബാസ്റ്റ്യൻ അവരെ ഏറ്റവും സ്നേഹത്തോടെ ഈ വാർഷികാഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യാപന രംഗത്ത് തന്റെ നീണ്ട 27 വർഷത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച് വിരമിക്കുന്ന പ്രിയ ശൈല ടീച്ചറിനെ ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. തന്റെ 16 വർഷത്തെ സേവനത്തിലും അധ്യാപന രംഗത്ത് തിളങ്ങി നിന്നുകൊണ്ട് വിരമിക്കുന്ന പ്രിയ റസി തോമസ് ടീച്ചറിനെയും ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ റിട്ടയറീസ് 3 പേരും ഇനിയും വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാൻ വലിയ കർമ്മങ്ങളുടെ സാരഥികളാകുവാൻ സാധിക്കട്ടെ എന്ന് ഇതോടൊപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട വൈദികർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ, ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക്, ഈ ആഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വിരമിക്കൽ ചടങ്ങിൽ റവറൻഡ് സിസ്റ്റർ ബീന സെബാസ്റ്റ്യൻ, ടീച്ചർ ഷൈല കെ, ടീച്ചർ റസി തോമസ് 3 പേരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന അവരുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്നേഹിതർ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ ഈ വാർഷികാഘോഷങ്ങളിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. எல்லாருக்கும் முதற்கண் வணக்கம். இந்த மீட்டிங்கு பங்கெடுக்க வந்திருக்க பெற்றோர்களே மற்றும் இந்த ஸ்கூலுடைய HM சிஸ்டர் வீணா சிஸ்டர் அவர்களே, இந்த ஸ்கூலுடைய மேனேஜர் LC சிஸ்டர் அவர்களே, மற்றும் இன்று 3 பேருக்கு அவர்கள் செய்த சாதனைக்காக வேண்டு ஓய்வு பெற போகக்கூடிய 3 டீச்சர்மார் இருக்காங்க. அவர்களுக்கும் இந்த கூட்டத்திற்கு வந்திருக்கக்கூடிய எல்லா பெற்றோர்களுக்கும் பள்ளியினுடைய விகாரி நெல்சன் அச்சன் மற்றும் மதர் சுப்பீரியர் எல்சமா சிஸ்டர் அவர்களே, பஞ்சாயத்தினுடைய பிரசிடென்ட் ஜோமோட் தாமஸ் அவர்களே, பிளாக் பஞ்சாயத்தினுடைய மெம்பர் KP ராஜன் அவர்களே, பரையூர் சர்வீஸ் சகனுடைய பேங்கும் பிரசிடென்டும் ஆன்சேட்டன் அவர்களே, இந்த வார்டுடைய மெம்பர் ரீனா ரமேஷ் அவர்களே, மற்றும் இந்த வந்திருக்கக்கூடிய எல்லா நண்பர்களுக்கும் குழந்தைகளுக்கும் எல்லாருக்கும் என்னுடைய முதல் வணக்கம். நம்ம உங்களுக்கு தெரியும், என்னுடைய இந்த PTA பிரசிடென்ட் ஆகி இது 2வது வருஷம். அந்த 2 வருஷத்துலயும் இந்த PTA கமிட்டியில எனக்கு ஃபுல்லா பங்கெடுக்கிறதுக்கு என்னுடைய வேலைகளும் காரியங்களும் நேரம் இருக்கான்னு கேட்டா சுத்தமா இல்லை. ஆனா நம்ம அந்த ஸ்கூலும் அந்த குழந்தைகளுக்கும் அந்த பள்ளிக்கும் வேண்டி அந்த என்ன வேலை இருந்தாலும் ஒதுக்கி வச்சு அந்த நேரத்தை நம்ம கண்டத்திறமை தீர்மானிச்சனுடைய அடிസ്ഥാനத்தில் நமக்கு வர முடிச்சு. என்ன நான் PTA பிரசிடென்ட் ஆனதுல இருந்து எனக்கு பெருசா சாதனை பண்ணியிருக்கணும் இல்லைன்னு எனக்கு தெரியாது. என்னுடைய அந்த மீட்டிங் கூப்பிட்ட என்ன காரியம் இருந்தாலும் 99% மீட்டிங்க்கு நான் பங்கெடுத்திருக்கேன். எனக்கு அது சொல்ல முடியும். காரணம் கேட்டா நம்ம உத்தரவாதத்தை, நம்ம ஏற்றெடுத்த உத்தரவாதத்தை சரியா செய்யணும்.
நம்ம கடமையை சரியா செய்யறோம் அப்படிங்கிற ஒரு இதுல எனக்கு அந்த மனசுல இருக்க போய் கரெக்டான நேரத்துக்கு எல்லா காரியத்துக்கும், ஏன்னா ஸ்கூலுடைய ஒரு 800 குழந்தைகளை படிக்கக்கூடிய ஒரு பள்ளிக்கு ஒரு கமிட்டி எடுத்து வைக்காங்கன்னா அந்த 800 குழந்தைகளுடைய பிரதிநிதியா தான் அந்த பிடிஏ கமிட்டி இருக்கணும். அப்ப அந்த நம்ம ஒரு பதவிக்கு மட்டும் அங்க இருந்துட்டு நம்ம ஒரு காரியத்துக்கு அங்க பங்கெடுக்காமையோ அல்லது அங்க நடக்கிற ஒரு காரியங்களுக்கு நம்ம ஸ்டெப் எடுக்காம இருந்தோம்னா நம்ம அந்த குழந்தைகளுக்கும் அந்த ஸ்கூலுக்கும் செய்யற ஒரு மோசமா இருக்கும். அப்ப அதனால நமக்குள்ள வேலைகளும் காரியங்களும் நிறைய இருக்கும், எல்லாருக்கும் நிறைய வேலைகள் இருக்கும். அப்ப நான் என்ன சொல்றேன்னு கேட்டா, இப்ப நமக்கு தெரியும் ஒரு இப்போ யூபி செக்ஷன் முடிச்சு அடுத்து ஹை ஸ்கூல் செக்ஷனுக்கு போறக்கூடிய குழந்தைகள் நிறைய பேர் இருப்பீங்க. அப்ப நமக்கு தெரியும் நம்ம குழந்தைகள் வளர்ந்து ஒரு தளத்திலும் அடுத்த படியை தாண்டி போய்கிட்டு இருக்காங்க. நமக்கு இன்னும் 2-3 வருஷம் கழிச்சுன்னா அந்த குழந்தை கூட நேரத்தை செலவழிக்கக்கூடிய நேரம் நம்ம குறைஞ்சிக்கிட்டே வரும். ஏன்னா ஹை ஸ்கூல் கழியும் போது இங்க படிச்சு இறக்கக்கூடிய குழந்தைகளுக்கு, மறையூர் காந்தலூர்ல படிச்சு இறக்கக்கூடிய குழந்தைகளுக்கு நமக்கு இங்க உள்ள ஸ்கூல் வசதிகள் போறதா இருக்கனால ஹையர் செகண்டரி வரும்போது மாறி மாறி போய் தூரங்களிலேக்கு போகும். காலேஜ் ஹையர் செகண்டரி காலேஜ் எல்லாம் போகும்போது அவங்க நம்மளை விட்டு கொஞ்சம் மாறி போவாங்க. அப்ப நம்ம அவங்க கூட நம்ம நேரம் செலவழிக்கக்கூடிய நேரம் அப்படின்னு சொல்றது அந்த எல்பி செக்ஷனும் யூபியும் தான். அப்ப அந்த நேரத்துக்கு ஆனா ஒரு காரியம் சொல்றேன், எல்லாருக்கும் நிறைய வேலைகள் இருக்கும், எல்லாரும் நிறைய உத்தரவாதத்தை ஏற்றெடுத்து நடக்கக்கூடிய ஆளுங்க. ஆனா நம்ம குழந்தைகளுக்குன்னு சொல்லி ஒதுக்கக்கூடிய, நான் எல்லா மீட்டிங்களும் சொல்லக்கூடிய காரியம் தான், நம்ம குழந்தைகளுக்கு வேண்டி ஒதுக்கக்கூடிய ஒவ்வொரு நிமிஷமும் அவங்களுடைய எதிர்காலத்தை மேன்மைப்படுத்தும். அப்ப அதனால நமக்குள்ள எல்லா கஷ்டங்களும் எல்லா காரியங்களும் நமக்கு தெரியும். இன்னைக்கு நமக்கு இருக்கக்கூடிய ஆளுங்க எல்லாருமே நம்ம எல்லாரும் கஷ்டப்பட்டு ஒரு நிறைய புத்திமூட்டு அனுபவிக்கக்கூடிய ஆளுங்க தான். ஆனா அவங்க ஏன் அந்த புத்திமூட்டையும் அந்த கஷ்டப்பாடுகளும் சகிக்கான்னு கேட்டா அந்த குழந்தைகளுடைய எதிர்காலத்தை கணக்கு முன்னில் எடுத்து தான் பண்ணாங்க. எவ்வளவு கஷ்டப்பட்டாலும் அந்த குழந்தைகளுடைய சிரிப்பை பார்க்கும் போது அவங்களுக்கு எல்லாம் மறந்து போயிடும். அப்போ நம்ம அந்த நம்முடைய வாழ்க்கை மொத்தமே நான் அர்ப்பணிச்சிருக்கிறது குழந்தைகளுக்கு வேண்டிதான். அப்ப அந்த குழந்தைகளுக்கு வேண்டி வரக்கூடிய காலங்களில் அவங்க கூட உறுதுணையா நின்று அவங்களுக்குள்ள எல்லா காரியத்துக்கும் துக்க சந்தோஷத்துக்கெல்லாம் அவங்களோட நண்பர்களா இருந்து அவங்களுக்குள்ள எல்லா காரியத்துக்கும் வழி நடத்தி சிறந்த மாணவர்களாக நம்ம வளர வச்சு நம்ம சமூகத்துக்கும் நம்ம குடும்பத்துக்கும் நம்ம ஸ்கூலுக்கும் பெருமை சேர்த்து தர்றதுக்கு நீங்க எல்லாரும் முயற்சி பண்ணணும். அதுக்கு மாதிரி இந்த ஸ்கூல்ல இருந்து இன்னைக்கு நீண்ட வருட சேவைக்கு அப்புறம் ஓய்வு பெறக்கூடிய HM சிஸ்டர் வீணா சிஸ்டர் அவர்களே, டீச்சர்மாராகிய கூடிய ரிஷி டீச்சர் அவர்களே மற்றும் சைலா டீச்சர் அவர்களே, உங்களுக்கெல்லாம் உங்க நீண்ட சேவைக்கு அப்புறம் நீங்க ஓய்வு பெற போறீங்க. அது ஓய்வு இல்லாது உங்களுக்கு மீண்டும் இந்த மாதிரி ஒரு குழந்தைகளுடைய ஸ்கூலுடையும் நிறைய செலவழிக்கிறதுக்கு இறைவன் உங்களுக்கு வாய்ப்பளிக்கட்டும். உங்களுடைய சேவை இந்த மறையூருக்கும் இந்த சமுதாயத்துக்கும் இன்னும் நிறைய கிடைக்கட்டும் வேண்டிக் கொண்டு இந்த ஆண்டு விழாவுக்கு வருகை தந்திருக்கக்கூடிய அத்தனை தலைவர்மாருக்கும் ஸ்கூலுடைய மேனேஜருக்கும் HM மற்றும் சிறப்பு விருந்தினராக வந்திருக்கக்கூடிய அத்தனை பேருக்கும், யாரோட பேரை எடுத்து சொல்லல தப்பா நினைச்சுக்கிறாங்க, என்ன இன்னும் பேசணுங்கிற பேரை சொல்லும்போது லேட் ஆயிரும் தான் சொல்லல. எல்லாருக்கும் என்னுடைய பாகத்திலிருந்தும் PTA கமிட்டியுடைய பாகத்திலிருந்தும் எல்லாருக்கும் வருக வாழ்த்துக்களையும் இந்த விழாவை ஏற்பாடு செய்த இந்த இதுக்கு வேண்டி கஷ்டப்பட்ட டீச்சர்ஸ் சொல்லாம இருக்க முடியாது. ஏன்னா இது ஒரு கொஞ்சம் பேர் நம்ம PTA கமிட்டியோ காரியங்களோ மட்டும் செஞ்சது இல்ல, எல்லாருமே அந்த டீச்சர்மாரோட நீண்ட கால உழைப்பு. அதுக்கு வேண்டி ஸ்டெப் எடுத்து இவ்வளவு காரியங்களை ஏற்பாடு செய்த உங்கள் அனைவருக்கும் என்னுடைய சார்பிலும் PTA கமிட்டியுடைய சார்பிலும் மனமார்ந்த நன்றியும் வாழ்த்துக்களையும் தெரிவித்துக் கொண்டு இந்த ப்ரோக்ராம் அவதரிக்கக்கூடிய வந்திருக்க குழந்தை இருக்காங்க, உங்க குழந்தைகள் இந்த நல்ல ப்ரோக்ராம் அவதரிப்பிச்சு உங்களையும் பெற்றோர்களையும் சந்தோஷப்படுத்த வேண்டும் என்று கூட்டிக்கொண்டு அத்தனை பேருக்கும் மனமார்ந்த வாழ்த்துக்களையும் நன்றிகளையும் கூறிக்கொண்டு விடைபெறுகிறேன். நன்றி, வணக்கம். സിംറ 2K26 നമ്മുടെ സെന്റ് മേരീസ് UP സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷനിലായിരിക്കുന്ന നമുക്ക് ആ പേരിനൊത്ത് തന്നെ അതിനർഹനായ ദൈവത്തെ ശിരസ് നമിച്ച് നമുക്ക് സ്തുതിക്കാം. സിംറ എന്നാൽ സ്തുതിഗീതം എന്നാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് മിസ്റ്റർ ആരോഗ്യസ്വാമി, നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്താനായി ഈ വേദിയിലായിരിക്കുന്ന റവറൻഡ് ഫാദർ ജോസഫ് നെൽസൺ അവരുവിള,
നമുക്ക് കീനോട്ട് അഡ്രസ്സിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ജോമോൻ തോമസ്, ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന മിസ്റ്റർ KP രാജൻ സാർ, മിസ്റ്റർ മാഹിൻ സലീം, MSCB പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥി മിസ്റ്റർ ആൻസി ആന്റണി, സ്റ്റാഫ് സെക്രട്ടറി മിസ്റ്റർ സൈബി ജോസ്, ഈ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റേഴ്സ് മിസ്റ്റർ ബീന സെബാസ്റ്റ്യൻ, ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഓർക്കേണ്ട താരങ്ങളായി മാറിയ നമ്മുടെ റിട്ടയർമെന്റ് ടീച്ചേഴ്സ് സിസ്റ്റർ ബീന, മിസ്സസ് ഷൈല കെ, മിസ്സസ് ട്രസി തോമസ്, സ്കൂളിന്റെ മാനേജർ സിസ്റ്റർ LC ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ മിസ്റ്റർ കലൈ സെൽവി, കൂടാതെ ഇന്നത്തെ ഈ നമ്മുടെ ഈ സ്കൂളിന്റെ സെലിബ്രേഷൻ സംബന്ധിച്ച് ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ അങ്കണത്തിലേക്ക് സദസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വിവിധ കോൺഗ്രിഗേഷനിൽ നിന്നും വന്നിട്ടുള്ളവര്, ഞങ്ങളുടെ തന്നെ കോൺഗ്രിഗേഷനിൽ നിന്നും വന്നിട്ടുള്ള വൈസ് പ്രൊമോഷൻ അടക്കമുള്ള മറ്റ് സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ. ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനാണ് എനിക്ക് തോന്നുന്നത്. ഞാന് കുറച്ചു നാളായിട്ട് ഈ സ്കൂളിന്റെ പ്രോഗ്രാമിലേക്ക് വരാറില്ലായിരുന്നു. സ്കൂളിന്റെ ഇവിടെ വന്നു പോകുമെങ്കിലും ഇതുപോലുള്ള പരിപാടികളിലൊക്കെ കുറച്ചു നാളായിട്ട് വരാറില്ലായിരുന്നു, അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പൊ ഞാനിപ്പം നമ്മുടെ റിപ്പോർട്ട് സ്ക്രീനിൽ കാണുകയായിരുന്നു. എന്തുമാത്രം പ്രോഗ്രാംസ് ആണ് ഇതെല്ലാം തന്നെ. ഏകദേശം 90% ഗവൺമെന്റിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് വന്നിരിക്കുന്ന പ്രോഗ്രാംസ് ആണ്. അതെല്ലാം നമ്മൾ സ്കൂളുകളിൽ നിർവഹിച്ച്, ഞാനും സ്കൂളിലെ ടീച്ചറായിരുന്ന ആളാണ്, അപ്പൊ എനിക്കറിയാം അതെല്ലാം അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കണ്ടു കാണും. അപ്പൊ അധ്യാപകർക്ക് ചുമ്മാതിരിക്കാൻ ഒട്ടും സമയമില്ല എന്നുള്ളത് എല്ലാ സ്കൂളുകളിലെയും എല്ലാ അധ്യാപകരുടെയും കാര്യമാണ്. അതിന്റെ ഇടയിൽ കൂടി വേണം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ ഒന്നാം സ്ഥാനത്തൊക്കെ എത്തിക്കാനായിട്ട്, നല്ല റിസൾട്ട് ഉണ്ടാക്കുവാനായിട്ടും ഒക്കെ. അപ്പോൾ ഈ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാകാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സ്കൂളും അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ മനസ്സുകളിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പിന്നില് ഒത്തിരിയേറെ അധ്വാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് ഓരോ തലത്തിലും, ബൗദ്ധികം മാത്രമല്ല അറിവിന്റെ തലത്തില്, സാഹിത്യാത്മകത വളർത്തുന്നതിന്, അവരുടെ സാമൂഹ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് എന്ന് വേണ്ട എല്ലാ തരത്തിലും അവർക്ക് സമഗ്രമായ ഒരു വികസനം, വ്യക്തി വികസനം, അതിലൂടെ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ അധ്യാപകരെയാണ് ഞാൻ നന്ദിയോടെ സ്മരിക്കുക. ഇത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചാലാണ് തീർച്ചയായിട്ടും ഇത്ര മനോഹരമായിട്ട് ഈ പ്രോഗ്രാംസ് ഒക്കെ നടത്തിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അക്കാര്യത്തില് എനിക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഈ മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ സ്കൂളിന്റെ മാനേജർ അടക്കം, ഹെഡ് മിസ്റ്റേഴ്സ് അടക്കം അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സമഗ്രമായ ഒരു കൈകോർത്ത് പിടിച്ച് ഒരു കോർപ്പറേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു PTA പ്രസിഡന്റിനോടൊപ്പം, PTA പ്രസിഡന്റും ആ ടീം അംഗങ്ങളോടും അവർക്ക് സമഗ്രമായ ഒരു കോർപ്പറേഷൻ നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടിയിണക്കി വളരെ നന്നായി സ്കൂളിനെ മുമ്പോട്ട് നയിക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ സമയത്ത് കുട്ടികളെല്ലാം, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മിക്കവാറും കലാപരിപാടിയുടെ തിരക്കിലായിരിക്കും. അപ്പോൾ എനിക്ക് അവരോട് കൂടുതൽ പറഞ്ഞാലും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലില്ല കുട്ടികള്. അതുകൊണ്ട് അവരോടെല്ലാം പറയാനുള്ളത് പേരൻസിനോടാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളെ പഠനത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും അവരെ മുന്നേറുന്നതിന് ഇങ്ങനെയുള്ള എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ അവരെ ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. ആ ഒരു ചുറ്റുപാട് അവർക്ക് ലഭിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തുടർന്നുള്ള അവരുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ആ ഒരു ശിക്ഷണം കിട്ടി വരുന്ന കുട്ടികള് പിന്നെ അവർക്ക് പ്രത്യേകിച്ച് കിട്ടിയില്ലെങ്കിൽ തന്നെ അവര് തന്നെ വളർന്നുകൊള്ളും. ഇന്ന് ഞങ്ങളുടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന റാണി എന്ന് പറയുന്ന ഇവിടുത്തെ നൂൺമീലിന്റെ ഒക്കെ ഉത്തരവാദിത്തമുള്ള കുട്ടി പറയാണ്, അവളുടെ മോള് ഇവിടെ പഠിച്ചിട്ട് പോയതാണ്. പിന്നീട് ഒരിക്കലും അവൾക്ക് പ്രത്യേകം ഡാൻസിന് വേണ്ടി പ്രാക്ടീസ് ആരും കൊടുത്തിട്ടില്ല. പക്ഷെ ഹൈസ്കൂൾ ലെവലില് അവള് നമ്മുടെ ഹൈസ്കൂളില് പറയൂർ ഹൈസ്കൂളിൽ പഠിച്ചു. അവിടെ അവളുടെ ഒരു ടീം തന്നെ സംഘടിപ്പിച്ച് അവിടുത്തെ കുട്ടികൾക്കെല്ലാം ഫസ്റ്റ് വാങ്ങിച്ച് ഹൈസ്കൂൾ ലെവലിൽ ഫസ്റ്റ് വാങ്ങിച്ചു കൊടുത്തത് ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ പരിശ്രമം കൂടെ കൂടിയതാണ്. അതേപോലെ കോളേജിൽ പോയപ്പോഴും ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പോയി ഈ ഡാൻസ് ഒക്കെ അവളായിട്ട് സ്വയമായിട്ട് പഠിച്ച് അവിടെയൊക്കെ സമ്മാനം മേടിച്ച കഥ ഇന്നും പറയുകയുണ്ടായി. ഇപ്പോഴും എന്തോ ഒരു പ്രോഗ്രാമിന് പോയി ജില്ലാ തലത്തിൽ എന്തോ അവൾക്ക് സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞ് എന്നോട് പങ്കിടുകയായി. അപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിൽ ലഭിക്കുന്ന ഒരു ചെറിയ ആ ശിക്ഷണത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രാക്ടീസ് അവരുടെ ഉള്ളിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് വിതയ്ക്കുന്ന ആ വിത്ത് എത്രമാത്രം വലിയ ഫലമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെയൊക്കെ വളരാനും വളർത്താനും നമ്മുടെ ഈ സ്കൂളിനെയും അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും പിന്നെ സഹകരിക്കുന്ന ഒരു ഒറ്റം നല്ലവരായ സുഹൃത്തുക്കളെയും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നീട്ടിക്കൊണ്ടു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഈ റിട്ടയർമെന്റ് ടീച്ചേഴ്സാണ്. എനിക്കറിയാം 29 വർഷം സേവനം അനുഷ്ഠിച്ച സിസ്റ്റർ ബീന, 26 വർഷം മിസ്സസ് ഷൈല ടീച്ചർ, അടുത്തത് 16 വർഷത്തെ സേവനത്തോടെ റിട്ടയർ ആകുന്ന മിസ്സസ് റസി തോമസ് ടീച്ചർ. ഇവരെ പറ്റിയൊക്കെ പറയുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥത നിറഞ്ഞ പ്രവർത്തനമാണ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് നമ്മുടെ സ്കൂളിൽ ലഭിച്ചത് എന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. സിസ്റ്റർ ബീനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ ഇങ്ങോട്ട് ഇടും, വേറെ ട്രാൻസ്ഫർ ഇവിടെ അങ്ങോട്ട് എടുത്തിടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി കാലമൊന്നും ഇവിടെ ഇങ്ങനെ സേവനം ചെയ്തതിന്റെ ചരിത്രമില്ല. എന്നാൽ ഷൈല ടീച്ചർക്കും റസി ടീച്ചർക്കും 26 വർഷത്തെയും 16 വർഷത്തെയും ഒക്കെ എക്സ്പീരിയൻസ് ഈ സ്കൂളിൽ മാത്രമുണ്ട്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ സേവനം ആത്മാർത്ഥതയും വിശ്വസ്തതയും സമർപ്പണ ബോധവും നിറഞ്ഞ കണക്കു നോക്കാതെ അവരൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സ്കൂള് കുട്ടികള് ഇത്രയേറെ വികസനത്തിന് കാരണമായി തീർന്നിട്ടുള്ളത് എന്ന് അഭിമാനപൂർവ്വം പറയാനായിട്ടും ആ ടീച്ചേഴ്സിനെ അടക്കം എല്ലാവരെയും അഭിനന്ദിക്കുന്നതിലും എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ടീച്ചേഴ്സിനെ കുറിച്ച് വീണ്ടും ഒന്ന് രണ്ട് വാക്കുകൂടെ പറയുകയാണ്. ഞങ്ങൾക്ക് മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ ഈ ഷൈല ടീച്ചറൊക്കെ 10-26 വർഷമായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു തലവേദന തന്നിട്ടില്ല. എപ്പോഴും മാനേജ്മെന്റിനോട് പരിപൂർണമായ സഹകരണം. ഓരോരോ സ്കൂൾ നേരിടുന്ന ഓരോ പ്രതിസന്ധികളിലും അല്ലെങ്കിൽ മാനേജ്മെന്റ് ചില ഘട്ടങ്ങളിൽ കുട്ടികൾ കാണിക്കുന്ന ഓരോ കുസൃതിയുടെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോഴേ ബോർഡിങ്ങിലൊക്കെ ആണെങ്കിലും ഇറങ്ങി ഓടുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇല്ലെന്നില്ല. ആ സമയത്തൊക്കെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് എത്രമാത്രം സ്നേഹപൂർവം ആത്മാർത്ഥതയോടെ നമുക്ക് ഒരു ശക്തമായ ഒരു പിന്തുണ തന്നുകൊണ്ടാണ് ഈ ടീച്ചേഴ്സൊക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നത്. ഇവരെ എത്ര അഭിനന്ദിച്ചാലും മറക്കാത്ത, ഞാൻ തന്നെ അപ്പോയിന്റ്മെന്റും ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ തന്നെ നടത്തിയ ഒരു വ്യക്തിയാണ് ഷൈല ടീച്ചർ. ഇപ്പൊ റിട്ടയർ ആകുന്നെന്ന് പറയുമ്പോഴും ആള് കൊച്ചായിട്ടിരുന്നാലും കാലങ്ങൾ ഇത്രയേറെ കടന്നുപോയി. അപ്പൊ എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ പഠിപ്പിച്ച കൊച്ചു തന്നെ സ്റ്റേജിൽ നിന്ന് വാർഡ് മെമ്പർ ആയിട്ടിരിക്കുന്നു. എത്രമാത്രം അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ കൃപകളാണ് ഇതെല്ലാം. ഇതെല്ലാം കാണാനും അനുഭവിക്കുവാനും ഒക്കെ ദൈവം അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുകയും
അങ്ങനെയൊക്കെ ഇനിയും വളരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തട്ടെ. ഈ സ്റ്റേജ് മാത്രമല്ല, ഇതിലും വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുവാനായിട്ടും കുഞ്ഞുങ്ങളെ എത്തിക്കുവാനുമായിട്ടും ഇവരെയൊക്കെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന്, റിട്ടയർമെന്റ് ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് അതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഈ ഏതാനും വർഷങ്ങൾ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബീന സിസ്റ്ററിന് എല്ലാം ഞാൻ ആത്മാർത്ഥമായ നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ ഈ ദിവസത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, Reverend Sister, for your inspiring and motivating message.